ഇന്ന് സമൂഹത്തിൽ കാണുന്ന ദോഷകരമായ പ്രവണതകളിൽ തെരുവുകളിലെ കലഹങ്ങളും അക്രമാസക്തമായ സമരങ്ങളും ഉൾപ്പെടും. അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലും തെറ്റിദ്ധാരണയുടെ പേരിലും നടത്തിയിട്ടുള്ള ആൾക്കൂട്ട ആക്രമണങ്ങളിലൂടെ എത്രയോ പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ബഹുജനം ഒരേ സ്വരത്തിൽ പറയുന്നത് കൊണ്ട് ഒരു കാര്യം ശരിയാകണമെന്നില്ല എന്നോർക്കണം. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ദരിദ്രരോടുള്ള ദൈവത്തിൻ്റെ കരുതൽ തിരുവചനത്തിലുടനീളം വ്യക്തമായി ദർശിക്കാവുന്നതാണ്. ദൈവജനത്തിൻ്റെ ഇടയിൽ നിന്ന് ദരിദ്രർ ഒരിക്കലും അറ്റുപോകില്ലെന്ന് വചനം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ മറന്നു കളയരുതെന്ന് ദൈവം ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. ദരിദ്രരുടെ സൃഷ്ടാവും സംരക്ഷകനും ന്യായപാലകനുമായിട്ടാണ് ദൈവം വചനത്തിലൂടെ സ്വയം വെളിപ്പെടുത്തുന്നത്. ദരിദ്രരോടുള്ള ഓരോ ഇടപെടലും ദൈവത്തോടുള്ള ഇടപെടലായി തന്നെയാണ് അവിടുന്ന് കണക്കാക്കുന്നത്. അതിനാൽ അവരോട് കരുണയോടും നീതിയോടും സ്നേഹത്തോടും കൂടെ പെരുമാറുവാൻ ദൈവവചനം ആഹ്വാനം ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 23-24 അധ്യായം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്രായേലിന് കൊടുത്ത നിയമമാണെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്നും പ്രസക്തമായ ജീവിത മര്യാദകൾ നമുക്ക് ന്യായപ്രമാണത്തിൽ കാണാൻ കഴിയും. ഒരർത്ഥത്തിൽ ഇന്ന് ആധുനിക സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന പല നിയമങ്ങളുടെയും അടിസ്ഥാനം ഈ പ്രമാണങ്ങളാണ്. പുറപ്പാട് പുസ്തകം 23 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൽ ചിലത് നമുക്കൊരുമിച്ച് ചിന്തിക്കുവാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 23 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്, വ്യാജ വർത്തമാനം പരത്തരുത്, കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോടുകൂടെ ചേരരുത്. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് വളരെ സൂക്ഷിക്കണം. വർത്തനാരീതിക്കുള്ള ദൈവത്തിൻ്റെ നിയമമാണിത്. വ്യാജം പറയുകയും അത് പരത്തുകയും ചെയ്യുന്നവൻ കൊലപാതകനെ പോലെയോ മോഷ്ടാവിനെ പോലെയോ അല്ലെങ്കിൽ വ്യഭിചാരിയെ പോലെയോ തന്നെയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാജ വർത്തമാനക്കാരൻ യാതൊരു പ്രശ്നവുമില്ലാതെ മുൻപോട്ട് പോകുന്നു. ഇത് വിചിത്രമായി തോന്നുന്നില്ലേ? 2 വാക്യത്തിൽ നാം കാണുന്നത്, ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്, ന്യായം മറിച്ചു കളവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത്. ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത് എന്നുള്ള ദൈവത്തിൻ്റെ ചട്ടം നാം അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് നാം സമൂഹത്തിൽ കാണുന്ന എത്രയോ ദോഷകരമായ പ്രവണതകൾ ഒഴിവായിപ്പോയേനെ. തെരുവുകളിലെ കലാപങ്ങളും അക്രമാസക്തമായ സമരങ്ങളും ഒക്കെ ഇതിൽപ്പെടും. അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലും തെറ്റിദ്ധാരണയുടെ പേരിലും നടത്തിയിട്ടുള്ള ആൾക്കൂട്ട ആക്രമണങ്ങളിലൂടെ എത്രയോ പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഭൂരിപക്ഷം ഒരേ സ്വരത്തിൽ പറയുന്നത് കൊണ്ട് ഒരു കാര്യം ശരിയാകണമെന്നില്ല. നീതിയും സത്യവും ദൈവിക പ്രമാണങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കപ്പെട്ടില്ലെങ്കിൽ അവ തെറ്റിപ്പോകുവാനും സമൂഹത്തിന് തന്നെ ദോഷമായി തീരുവാനും സാധ്യതയുണ്ട്. രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഇന്നൊരു നിത്യസംഭവമാണല്ലോ. അത് ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യുന്നതാണ്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തു ചാടുന്ന പലർക്കും അവർ എന്തുകൊണ്ടാണത് ചെയ്യുന്നതെന്നറിയില്ല. എല്ലാവരും വിളിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളും വിളിക്കുന്നു. എല്ലാവരും എറിയുന്നു, അതുകൊണ്ട് ഞങ്ങളും എറിയുന്നു. എല്ലാവരും ഓടുന്നു, അതുകൊണ്ട് ഞങ്ങളും ഓടുന്നു. ഈ ഭൂരിപക്ഷാഭിപ്രായത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ശരിയെന്നും സുരക്ഷിതമെന്നും ചിലർ വൃഥ ചിന്തിക്കുന്നു. എന്നാൽ അത് തെറ്റായ ധാരണയാകുന്നു എന്ന് മറക്കരുത്. ആരെങ്കിലും നിങ്ങളെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രലോഭിപ്പിച്ച് എങ്കിൽ വീണ്ടും വിചാരമില്ലാതെ അത്തരം കാര്യങ്ങളിൽ എടുത്തു ചാടരുത്. എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്? ഇതിൻ്റെ അനന്തര ഫലം എന്തായിരിക്കും? ഞാനിത് ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക.
ഇന്ന് ഈ ഭൂരിപക്ഷത്തെ അനുസരിച്ച് ദോഷം ചെയ്യുന്ന അനേകരെ നമുക്ക് ചുറ്റും കാണാം. പണം ലഭിച്ചാൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള മനുഷ്യർ, പണവും ഭക്ഷണവും കൊടുത്താൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും മീറ്റിങ്ങിൽ സിന്ദാബാദ് വിളിക്കുവാൻ മടിയില്ലാത്ത ബഹുഭൂരിപക്ഷം ആളുകൾ. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദരിദ്രൻ്റെ വ്യവഹാരത്തിൽ അവനോട് പക്ഷം കാണിക്കരുത്. വിധി കൽപ്പിക്കുമ്പോൾ ധനവാന്റെയോ ദരിദ്രൻ്റെയോ പക്ഷം പിടിക്കരുത് എന്നാണ് ഈ പ്രമാണം പറയുന്നത്. ന്യായവിധിയും നീതിയും നിഷ്പക്ഷമായിരിക്കേണ്ടതാണ്. റോമക്കാർ നീതിയെ കരുണയുള്ളതും എന്നാൽ അതേസമയം തന്നെ കണ്ണുകെട്ടിയിരിക്കുന്നതുമായ സ്ത്രീയോട് ചിത്രീകരിച്ചിരിക്കുന്നു. അവൾക്ക് മുഖപക്ഷമില്ല. അവളുടെ ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ ത്രാസും പിടിച്ചിരിക്കുന്ന ചിത്രം കണ്ടിട്ടില്ലേ? ന്യായവിധി കൽപ്പിക്കുമ്പോൾ ശിക്ഷ നടപ്പിലാക്കുമെന്നാണ് വാൾ അർത്ഥമാക്കുന്നത്. നിഷ്പക്ഷമായ നീതി നിറവേറ്റപ്പെടുമെന്നാണ് ത്രാസ് ചിത്രീകരിക്കുന്നത്. പക്ഷപാതപരമല്ലാത്ത വിധത്തിൽ ന്യായവിധി നടത്തേണ്ടതാണ് ഏതൊരു ന്യായാധിപനും. ഇനിയും നിലം, ശബത്ത് മുതലായവ സംബന്ധിച്ച നിയമങ്ങളാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. ശബത്ത് ദിവസത്തെയും ശബത്ത് വർഷത്തെയും കുറിച്ചുള്ള നിയമം ദൈവം ഇസ്രായേൽ ജനത്തിന് വീണ്ടും നൽകുന്നത് നാം കാണുന്നു. 10-11 വാക്യങ്ങളിലേക്ക് വരികയാണ്. 6 സംവത്സരം നിൻ്റെ നിലം വിതച്ച് വിളവെടുത്തുകൊള്ളുക. 7-ാം സംവത്സരത്തിലോ അത് ഉഴവ് ചെയ്യാതെ വെറുതെ ഇട്ടേക്ക്. നിൻ്റെ ജനത്തിലെ ദരിദ്രന്മാർ അഹോവൃത്തി കഴിക്കട്ടെ. അവർ ശേഷിപ്പിക്കുന്നത് കാട്ടുമൃഗങ്ങൾ തിന്നട്ടെ. നിൻ്റെ മുന്തിരിത്തോട്ടവും ഒലിവ് വൃക്ഷവും സംബന്ധിച്ചും അങ്ങനെ തന്നെ ചെയ്യുക. ഇസ്രായേൽ ജാതി വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവരോടുള്ള ഈ നിയമം ദൈവം പുതുക്കുന്നതാണ്. ശബത്ത് ദിവസം, ശബത്ത് വർഷം, യോബേൽ സംവത്സരം അല്ലെങ്കിൽ ജൂബിലി വർഷം മുതലായവ ലേവ്യ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ശബത്ത് ദിവസം ആഴ്ചയുടെ 7-ാം ദിവസമായിരുന്നു. അത് പൂർണ്ണമായും വിശ്രമിക്കുവാനുള്ള ദിവസമായിട്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയത്. ശബത്ത് വർഷം യാതൊരു കൃഷിയും ചെയ്യാതെ നിലത്തിന് വിശ്രമം കൊടുക്കുന്ന 7-ാം വർഷമായിരുന്നു. എന്നാൽ യോബേൽ സംവത്സരം, അതായത് ജൂബിലി വർഷം, സ്വാതന്ത്ര്യത്തിൻ്റെ സംവത്സരമായിരുന്നു. എബ്രായരുടെ 50-ാം സംവത്സരത്തിൽ തങ്ങളെ തന്നെ അടിമകളായി വിൽക്കുവാൻ നിർബന്ധിതരായവർ സ്വതന്ത്രമായി തീരുന്നു. വിറ്റ നിലങ്ങൾ യഥാർത്ഥ ഉടമസ്ഥന് തിരികെ കൊടുക്കുന്നു. ശബത്ത് അനുഷ്ഠിക്കുന്നവർ എന്ന് അഭിമാനിക്കുകയും അങ്ങനെ തന്നെ വേണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ നമ്മുടെ അനേക സ്നേഹിതന്മാർ ഈ ആഴ്ചയിൽ ഒരിക്കലുള്ള ശബത്ത് ദിവസം മാത്രമേ അനുഷ്ഠിക്കുന്നുള്ളൂ എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ കൃഷിക്കാരാണെങ്കിൽ ശബത്ത് വർഷം അവഗണിക്കുകയും യോബേൽ സംവത്സരത്തെ മാനിക്കാതിരിക്കുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ ജൂബിലി സംവത്സരവും ശബത്ത് വർഷവും അനുഷ്ഠിക്കുന്നത് നഷ്ടക്കച്ചവടമാകുമെന്ന ചിന്ത കൊണ്ടായിരിക്കാം അവർ അങ്ങനെ ചെയ്യുന്നത്. എന്തു ചെയ്താലും ലാഭം ഉണ്ടാകണമല്ലോ എന്ന ചിന്ത. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, വർഷത്തിൽ 3 പ്രാവശ്യം എല്ലാ എബ്രായ പുരുഷന്മാരും 3 ഉത്സവങ്ങൾക്കായി യെരുശലേമിൽ ദൈവം മുൻപാകെ കൂടി വരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്ന് പെസഹ പെരുന്നാൾ, വേറൊന്ന് പെന്തക്കോസ്ത് പെരുന്നാൾ, മൂന്നൊന്ന് കൂടാര പെരുന്നാൾ. ആ ഉത്സവങ്ങൾ യെരുശലേമിൽ പോയി അവർ ആഘോഷിക്കണമായിരുന്നു. ഇസ്രായേൽ ജനത്തെ സംഹാരദൂതനിൽ നിന്നും മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പെസഹ പെരുന്നാൾ ആചരിച്ചത്. ഇസ്രായേൽ ജനം ദേശം കൈവശപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് വാഗ്ദത്തങ്ങളും നിർദ്ദേശങ്ങളും തുടർന്ന് നാം കാണും. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിൻ്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല. എൻ്റെ നാമം അവനിലുണ്ട്. എന്നാൽ നീ അവൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. ഈ ദൂതൻ ആരാണെന്നുള്ള ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. മറ്റ് വേദഭാഗങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു,
അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന്. ഇനി അതേ അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്, അവരിൽ ചിലർ പരസംഗം ചെയ്തൊരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. അവർ അനുസരിക്കേണ്ടത് യേശുക്രിസ്തുവിനെ ആയിരുന്നു. അവനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 23-ാം വാക്യത്തിൽ നാം കാണുന്നത്, എൻ്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ അമോര്യർ, ഹിത്യർ, പെരസ്യർ, കനാന്യർ, ഹിവ്യർ, എബൂസിയർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. അവരെ ഞാൻ നിർമൂലമാക്കും. ശത്രുക്കളെ അവരുടെ പാപം നിമിത്തം ദേശത്ത് നിന്ന് നീക്കം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. കർത്താവ് അവരോട് പറയുന്നത് 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ദേശത്തുള്ള നിവാസികളോടോ അവരുടെ ദേവന്മാരോടോ യാതൊരു ഉടമ്പടിയും ഇസ്രായേൽ മക്കൾ ചെയ്യുവാൻ പാടില്ലായിരുന്നു. എന്നാൽ പിന്നീട് ഗിബെയോന്യരുമായി ഇസ്രായേൽ മക്കൾ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നത് നാം കാണുന്നു. യോശുവ ചെയ്ത ഒരു തെറ്റാണത്. ഒരുപക്ഷെ യോശുവ കാര്യങ്ങൾ ശരിയായി ഗ്രഹിക്കാതിരുന്നത് കൊണ്ടാവാം അങ്ങനെ സംഭവിക്കുന്നത്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാരാധനയിൽ വഴുതി വീഴുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർക്ക് അവസാനം ബാബിലോന്യ പ്രവാസത്തിൽ പോകേണ്ടതായി വന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനെ ഗണ്യമാക്കിയില്ല. ഇനി നാം 24-ാം അധ്യായത്തിലേക്ക് വരികയാണ്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ആരംഭിച്ച സാമൂഹിക നിയമങ്ങൾ 24-ാം അധ്യായത്തിൽ അവസാനിക്കുന്നു. മോശയുടെ ന്യായപ്രമാണം 10 കൽപ്പനകൾ മാത്രമല്ലെന്നും അതിൽ സാമൂഹിക നിയമങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്നും നാം കണ്ടു കഴിഞ്ഞു. 24-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അവൻ പിന്നെയും മോശയോട്, നീയും അഹ്റോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്ത് നിന്ന് നമസ്കരിപ്പീൻ. മോശയും അഹ്റോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും പർവ്വതത്തിൽ കയറി വരുവാൻ ദൈവം പറഞ്ഞു. എന്നാൽ അന്ന് വളരെ ശ്രേഷ്ഠമായ പദവികൾ ഉണ്ടായിരുന്ന ഇവരോട് പോലും ദൂരത്ത് നിന്ന് നമസ്കരിക്കുവാനാണ് ദൈവം പറഞ്ഞത്. കൃപയുടെ സംവിധാനത്തിൽ നിന്നും എത്രയോ ഭിന്നമാണ് ന്യായപ്രമാണത്തിൻ്റെ കീഴിലെ സംവിധാനം. ദൈവം തൻ്റെ കൃപയാൽ കഴുകൻ്റെ ചിറകിന്മേൽ വഹിച്ചുകൊണ്ടെന്ന പോലെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ട് വന്നതിൽ നിന്ന് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എത്രയോ വ്യത്യസ്തമായിരിക്കുന്നു. ന്യായപ്രമാണത്തിന് കീഴിൽ മനുഷ്യൻ ദൂരത്ത് നിന്ന് ആരാധിക്കണം. എന്നാൽ പുതിയ വ്യവസ്ഥയിൽ യേശുക്രിസ്തുവിലൂടെ ഈ അവസ്ഥയ്ക്ക് വന്നിരിക്കുന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ദൈവം നമ്മെ രക്ഷിക്കുകയും തൻ്റെ കൃപയാൽ ജീവിതത്തിൻ്റെ വഴികളിൽ നമ്മെ നടത്തുകയും ചെയ്യുന്നു എന്നോർക്കണം. ഇനിയും 24-ാം അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. മോശ മാത്രം യഹോവയ്ക്ക് അടുത്തു വരട്ടെ, അവർ അടുത്തു വരരുത്, ജനം അവനോടുകൂടെ കയറി വരികയും അരുത് എന്ന് കൽപ്പിച്ചു. എന്നാറെ മോശ വന്നു യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളുമെല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും എന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. തൻ്റെ കൽപ്പനകളും ന്യായപ്രമാണവും അവർക്ക് ആവശ്യമുണ്ടോ എന്ന് ദൈവം ചോദിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ ഇവിടെ 2ാം പ്രാവശ്യം വളരെ ഉറച്ച തീരുമാനത്തോടെ ഉത്തരം നൽകുന്നു. തങ്ങൾക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ ആവശ്യമുണ്ടെന്ന് അവർ ആത്മവിശ്വാസത്തോടും സ്വയം പര്യാപ്തതയോടും ആത്മാഭിമാനത്തോടും ഒരുപക്ഷെ അല്പം അഹന്തയോടും കൂടിയാണ് പറഞ്ഞത്. യഹോവയുടെ സകല കൽപ്പനകളും ഞങ്ങൾ ചെയ്യും എന്നാണ് അവർ പ്രതിജ്ഞ എടുത്തത്. അവർക്ക് 10 കൽപ്പനകൾ നൽകിയിരുന്നു. അതവർക്ക് പാലിക്കുവാൻ കഴിയുമെന്ന് അവർ സ്വയം വിശ്വസിച്ചു. ദൈവം എന്ത് കൽപ്പന നൽകിയാലും അത് തങ്ങൾക്ക് അനുസരിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാവാം ഇതിന് പിൻപിലുണ്ടായിരുന്നത്. ഇസ്രായേൽ ജാതി ഇത്രമാത്രം വഞ്ചിതരായത് എങ്ങനെയെന്ന് അതിശയകരമായ ഒരു കാര്യമാണ്. എന്നാൽ ഇന്നും
തങ്ങൾ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നവരെക്കുറിച്ചാണ് അതിലുമധികം ആശ്ചര്യപ്പെടേണ്ടത്. കാരണം തങ്ങൾ ദൈവത്തിൻ്റെ നിലവാരത്തിനനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർ വഞ്ചിതരായിരിക്കുന്നു. അത് ഭയാനകരമായ കാര്യമാണല്ലേ? യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി എന്നത്രേ. നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരെ ചതിക്കുന്നില്ലായിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയോ ഭർത്താവിനെയോ പ്രിയപ്പെട്ടവരെയോ വഞ്ചിക്കുന്നില്ലായിരിക്കാം, എന്നാൽ നിങ്ങൾക്ക് നിശ്ചയമായും നിങ്ങളെ തന്നെ വഞ്ചിക്കുവാൻ കഴിയും. പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ സ്വയം വഞ്ചിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്ന മാന്യനും നല്ലവനുമായ ഒരു വ്യക്തി തനിക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അവനിൽ അല്പം സത്യം അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ യോഹന്നാൻ പറയുന്നത് അവനിൽ സത്യമേ ഇല്ല എന്നാണ്. ആ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വീണ്ടും യോഹന്നാൻ പറയുന്നത്, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. നിങ്ങൾ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തെ കള്ളനാക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ അതാണ് ഉറപ്പിച്ച് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലും മാനദണ്ഡത്തിലും എല്ലാവരും പാപം ചെയ്യുന്നവർ തന്നെയാണ്. ദൈവം ഒരു അസത്യവാദിയല്ല. ദൈവത്തെ കള്ളനാക്കുവാൻ നമുക്കാകുകയില്ല. നിങ്ങളുടെ നന്മയിൽ അഭിമാനം കൊള്ളാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും അവർ ചെയ്യുമെന്ന് ഇസ്രായേൽ ജനം ആത്മവിശ്വാസത്തോട് പറയുകയാണ്. അവർ അവൻ്റെ എല്ലാ കൽപ്പനകളും പ്രമാണിച്ചില്ല എന്ന് നിങ്ങൾക്ക് കാണാവുന്നതത്രേ. ഇസ്രായേൽ നിയമം അംഗീകരിക്കുന്നതാണ് തുടർന്ന് നാം കാണുന്നത് 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ. മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അതികാലത്ത് എഴുന്നേറ്റ് പർവ്വതത്തിൻ്റെ അടിവാരത്തൊരു യാഗപീഠവും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യക്കൊത്തവണ്ണം 12 തൂണും പണിതു. പിന്നെ അവൻ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ചു. അവർ ഹോമയാഗങ്ങളെ കഴിച്ച് യഹോവയ്ക്ക് സമാധാനയാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു. മോശ രക്തത്തിൽ പാതി എടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു, രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകം എടുത്തു, ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറയുമ്പോൾ വാസ്തവത്തിൽ ദൈവം തങ്ങൾക്ക് തന്ന ന്യായപ്രമാണം അനുസരിക്കുവാൻ കഴിയുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. സ്വന്തം ശക്തിയിൽ ദൈവിക കൽപ്പനകൾ അനുസരിക്കാമെന്ന് ചിന്തിക്കുന്നത് ഏത് മനുഷ്യനെ സംബന്ധിച്ചും ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ദൈവത്തെ അനുസരിക്കുന്നവർ വാസ്തവത്തിൽ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതാണ്. ദൈവത്തെ അനുസരിക്കാമെന്ന് ഈ ജനം വാഗ്ദാനം ചെയ്തു, എന്നാൽ അവർക്കത് സാധിച്ചില്ല എന്ന് ചരിത്രം തെളിയിക്കുന്നു. ദൈവത്തെ തനിക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയുമെന്നാണ് പ്രാകൃത മനുഷ്യൻ വിശ്വസിക്കുന്നത്. ജന്മനാ ഉള്ള സ്വഭാവമുള്ള മനുഷ്യൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ അവൻ അപ്രകാരം ചെയ്യുവാൻ കഴിയുകയില്ല. യാതൊരുത്തനും ദൈവത്തിൻ്റെ മാനദണ്ഡത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ കഴിയാത്തത് കൊണ്ട് നമുക്കാർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. സുഹൃത്തെ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നാം എല്ലാവരും വീഴ്ചയ്ക്ക് വിധേയരായ മനുഷ്യകുലമാണെന്ന വസ്തുത നാം പലപ്പോഴും മറന്നു കളയാറുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കുക. എത്രമാത്രം ദൈവനിഷേധികളായിട്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. പാപം, പരിഭ്രാന്തി, നിരീശ്വരത്വം, ദൈവമില്ലാത്ത പ്രവർത്തനങ്ങൾ, ഇതല്ലേ ചുറ്റും കാണുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പാപം നല്ലതെന്നും തിന്മയായത് നന്മയാണെന്നും പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത്തരമൊരു കാലഘട്ടം വരുമെന്ന് പ്രവാചകന്മാർ മുന്നമേ അറിയിച്ചിട്ടുണ്ട്. നാം ആ കാലഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തെ. പാപത്തെ നിസ്സാരമായി കാണുകയും തിന്മയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. ന്യായപ്രമാണം ദൈവം അവർക്ക് നൽകുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിലെ രക്തത്താൽ തളിക്കപ്പെട്ടു.
ഒരു യാഗം ആവശ്യമാണെന്ന് അവർ അറിയേണ്ടതിനാണ് അപ്രകാരം ചെയ്തത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന്. ദൈവം ഇത് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. നമ്മിൽ ആർക്കെങ്കിലും സ്വർഗത്തിൽ കടക്കുവാൻ കഴിയുന്നതിന് മുൻപ് ജീവൻ വെച്ചു കൊടുക്കുകയും പിഴ നൽകുകയും ചെയ്യേണ്ടതാണ്. മോശ തനിയെ സീനായ് മലയിലേക്ക് കയറി പോകുന്നതാണ് തുടർന്ന് നാം കാണുന്നത്. 9-ഉം 10-ഉം വാക്യങ്ങളിൽ, അനന്തരം മോശയും അഹ്റോനും നാദാവും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്നു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. അവൻ്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റ് തിരുവചന ഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കണം. ദൈവം ആത്മാവാകയാൽ വാസ്തവത്തിൽ യാതൊരുത്തരും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രാതിനിധ്യമാണ് അവർ കണ്ടത്. പിതാവിനോട് ഏറ്റവും അടുപ്പമുള്ള കാഴ്ച നമുക്ക് യേശുക്രിസ്തുവിലാണ് ലഭിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ അവൻ മതിയായവനാണ് യേശുക്രിസ്തു. നാം ഇന്ന് പിതാവായ ദൈവത്തെക്കുറിച്ച് അറിയുന്നതെല്ലാം പുത്രനിൽ കൂടിയാണ്. പുതിയ നിയമത്തിൽ ഇത് യേശു തന്നെ വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ യെശയ്യാവ് 55-ാം അധ്യായത്തിൻ്റെ 8-ഉം 9-ഉം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവം എങ്ങനെയിരിക്കുന്നു എന്നോ എപ്രകാരം ചിന്തിക്കുകയും ഭാവിക്കുകയും ചെയ്യുന്നു എന്നോ മനുഷ്യരായി നമുക്കറിയാനാവില്ല. എന്നാൽ യേശു പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. മോശയും അഹ്റോനും നാദാവും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും ദൈവത്തെയല്ല, ദൈവത്തിൻ്റെ പ്രാതിനിധ്യമാണ്, റെപ്രസെൻറ്റേഷനാണ് കണ്ടത്. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല, അവർ ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. മുൻപിലത്തെ വാക്യത്തിൽ എന്ന പോലെ ഇവിടെയും അവർ ദൈവത്തിൻ്റെ പ്രാതിനിധ്യമാണ് കണ്ടത്. പിൽക്കാലത്ത് മോശ ദൈവത്തെ കാണണമെന്നാവശ്യപ്പെടുന്നത് നാം പഠിക്കുന്നതാണ്. കാരണം ഇതുവരെ അവൻ കണ്ടത് ദൈവത്തിൻ്റെ പ്രാതിനിധ്യം മാത്രമായിരുന്നു. മോശയ്ക്ക് ദൈവത്തെ കാണുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. പിതാവിനെപ്പറ്റി യേശു നിരന്തരമായി സംസാരിച്ചപ്പോൾ യേശുവിൻ്റെ ശിഷ്യനായിരുന്ന ഫിലിപ്പോസിനും ഇതേ ആഗ്രഹമുണ്ടായി. നാം വായിക്കുന്ന ഫിലിപ്പോസ് യേശുവിനോട് പറയാം, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന്. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 8-ഉം 9-ഉം വാക്യങ്ങളിലാണ് നാം അത് കാണുന്നത്. നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൈവത്തെ കാണാൻ കഴിയില്ല. നമുക്ക് കാണാൻ കഴിയുന്ന രൂപത്തിൽ അവൻ ഇറങ്ങി വന്നതാണ് കർത്താവായ യേശുക്രിസ്തുവിൽ നാം കാണുന്നത്. അതുകൊണ്ട് ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നവർ യേശുവിലേക്ക് നോക്കേണ്ടതാണ്. അവിടെ നിന്നും മാത്രമാണ് വഴിയും സത്യവും ജീവനും. അവനെ അറിഞ്ഞവൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു, അവനെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം തങ്ങൾക്ക് ദൈവസന്നിധിയിൽ നേരിട്ട് കടന്നു ചെല്ലുവാൻ കഴിയുമെന്ന് അനേകർ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. വാസ്തവത്തിൽ നാം ദൈവസന്നിധിയിൽ നേരിട്ട് ചെല്ലുന്നില്ല സുഹൃത്തെ. നമുക്കൊരു മധ്യസ്ഥനുണ്ട്. തിമോത്തിയോസിന് പൗലോസ് എഴുതുമ്പോൾ 1 തിമോത്തിയോസ് 2-ന്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതി, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. യേശുക്രിസ്തു ആകുന്ന മധ്യസ്ഥനിൽ കൂടി മാത്രമാണ് നിങ്ങൾക്ക് ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാൻ കഴിയുന്നത്. ക്രിസ്തുവിൻ്റെ ഒരു കരം പിതാവിൻ്റെ കരത്തിലും മറ്റേ കരം നിങ്ങളുടെ കരത്തിലും പിടിച്ചുകൊണ്ട് നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അവൻ ബന്ധിപ്പിക്കുന്നു. നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ചെന്നു ചേരുവാൻ കഴിയുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എത്ര ശ്രമിച്ചാലും അത് സാധിക്കുകയില്ല.
12-13 വാക്യങ്ങളിൽ നാം കാണുന്നത്, പിന്നെ യഹോവ മോശയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക, ഞാൻ നിനക്ക് കൽപ്പലകകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരും എന്നരുളി ചെയ്തു. അങ്ങനെ മോശയും അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റ് മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി. ഇവിടെ എത്തുമ്പോഴേക്കും യോശുവ കൂടുതലായി രംഗത്ത് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുന്നുണ്ട്. മോശയുടെ പിൻഗാമിയായി തീരുവാൻ ദൈവം യോശുവയെ സജ്ജമാക്കുകയായിരുന്നു. അവനൊരു യുവാവാണ്. ഇസ്രായേലിനെ നയിക്കുന്നതിന് മുൻപ് ദൈവത്തിന് പല കാര്യങ്ങളും അവനെ പഠിപ്പിക്കുവാനുണ്ട്. 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വരുമ്പോൾ ഈ അവസരത്തിലാണ് സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് ഈ പുസ്തകത്തിൻ്റെ ശേഷമുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ ലഭിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. മോശയിലൂടെ ദൈവം കൊടുത്ത ഈ നിർദ്ദേശങ്ങൾ പ്രാഥമികമായി ഇസ്രായേലിന് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ദൈവാഭിമുഖരായി ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ധാരാളം പ്രമാണങ്ങൾ ഇവയിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അതുകൊണ്ട് നാം ആ കാഴ്ചപ്പാടോടും പ്രതീക്ഷയോടും കൂടി ഈ ഭാഗങ്ങൾ പഠിച്ചാൽ അത് നമുക്ക് ഏറെ പ്രയോജനപ്പെടും. അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങയുടെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് അങ്ങ് തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് സങ്കീർത്തനക്കാരൻ പാടിയത് അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ആനന്ദത്തോടെയാണ്. ദൈവകൃപയാലുള്ള ഈ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് തിരുവചനം വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ ദൈവകൃപയെ വ്യർത്ഥമാക്കി കളയരുതെന്ന് വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.